ജമിയത്തുൽ മുഅല്ലിമീൻ നൽകുന്നുണ്ട്. റമദാനിൽ ഇങ്ങനെയല്ല, വേറെ സ്റ്റൈലായിരുന്നു കളക്ഷൻ ആക്കിയിരുന്നത്. ഇപ്പോൾ മുഅല്ലിമീങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് കളക്ഷൻ ആക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാര്യങ്ങളൊക്കെയും അതാത് ഉസ്താദുമാരുടെ കയ്യിൽ ഞാൻ ഇൻഷാ അല്ലാഹ് പറയുമെന്ന് അറിയിക്കുന്നു. രണ്ടാമത്തേത്, നമ്മുടെ ദേർലഘട്ട റീജിയണലിൻ്റെ കണക്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞിട്ട് മദ്രസ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ യതീം മക്കൾക്കും അതുപോലെ പാവപ്പെട്ട മിസ്കീന്മാരായ മക്കൾക്കും ഫ്രീ ആയിട്ട് പുസ്തകം കൊടുക്കാനുള്ള ഉദ്ദേശം SMA കൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മഹലിൽ SMAക്ക് ഒരു കണക്ഷൻ ഒരു റമദാനിൽ നടത്തണം. അതുപോലെ തന്നെ നമ്മുടെ റമദാനിലെ ഒരു രാത്രിയിൽ SMA വെസ്റ്റ് ജില്ലക്ക് വേണ്ടിയിട്ട് ഒരു കലക്ഷൻ ഇൻഷാ അല്ലാഹ് നടത്തണം. SMAകളും STMകളും എല്ലാം നമ്മുടെ സംഘടനയാണ്, മുഅല്ലിമീങ്ങൾ കൂടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടന ആയതുകൊണ്ട് റമദാനിൽ 30 ദിവസം ഉണ്ടാകുമ്പോൾ 90 ദിവസത്തേക്കുള്ള മുത്തഅല്ലിമീങ്ങൾ വന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെ. റജബിൽ തന്നെ തുടങ്ങി മുത്തഅല്ലിമീൻ ബുക്കാക്കാൻ വേണ്ടി വന്നിട്ട്. ഏതായാലും നിങ്ങൾ കയ്യിലുണ്ടാവും, കുറച്ച് നിങ്ങൾ വെച്ചിട്ടുണ്ടാവും, എല്ലാം നിങ്ങൾ കൊടുത്തിട്ടിരിക്കുക. അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുക, കുറച്ച് വീണിട്ട് ആ വീണിട്ടുള്ള വീട്ടിൽ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം. ഒന്നോ നമ്മുടെ ദേർലഘട്ട റീജിയണൽക്കും പിന്നൊന്നോ SMA ജില്ലയിലേക്ക് ഇൻഷാ അല്ലാഹ് ഓരോ നിങ്ങൾ ടിക്കാക്കിയിട്ട് നല്ല നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹകരിക്കണം. നമ്മുടെ ദേർലഘട്ട റീജിയനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദുമാരെല്ലാം നല്ല നിലയ്ക്ക് സഹകരിക്കുന്നവരാണ്. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മഹത്തായ ഈ പരിപാടിയിൽ നമുക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന വലമുണ്ട് ഉസ്താദ് അവർകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് നല്ല ആഫിയത്തും നല്ല ആരോഗ്യവും അല്ലാഹു അവൻ്റെ പൊരുത്തത്തിനായി നിനക്ക് അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സ് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന് ഞാൻ സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ മഹത്തായ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ സുന്നി വിദ്യാഭ്യാസ സഭയുടെ മുഫത്തിഷ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് മദനി ഉസ്താദ് അവറുകളാണ്. ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തതോടുകൂടെ സ്വാഗതം അറിയിക്കുന്നു. മഹത്തായ ഈ യോഗത്തിൽ നമുക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ റേഞ്ചിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹനീഫ് സാദ് ഉസ്താദ് അവറുകളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുന്ന വിശ്രമമില്ലാത്ത ആളാണ്. ഉറക്കമില്ല, രാത്രി പകലും എല്ലാ സമയത്തും പ്രവർത്തനം തന്നെയാണ്. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഉസ്താദിന് ഞാൻ ദേർലഘട്ട റേഞ്ചിക്ക് വേണ്ടി സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ SMAയുടെയും STMയുടെയും എല്ലാ സംഘടനയുടെയും കോശാധികാരിയായി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വാഗതം അറിയിക്കുന്നു. ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ഉസ്താദായിരുന്നു. ഉസ്താദന്മാർക്ക് കിട്ടുകൊടുക്കുന്ന വിഷയത്തിലെല്ലാം വളരെ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് നമ്മുടെ ഹനീഫ് സാദി ഉസ്താദ്. അതുപോലെ നമ്മുടെ STM സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട നൂറാനി ഉസ്താദ് നമ്മളോടൊപ്പമുണ്ട്. ഉസ്താദിന് സ്വാഗതം അറിയിക്കുന്നു. ജില്ലാ നേതൃത്വമായ ബഹുമാനപ്പെട്ട അഷ്റഫ് ഇംദാദ് ഉസ്താദിനും സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ SMAയുടെ പ്രഗത്ഭരായ മുഹമ്മദ് മുസ്ലിയാർ കിന്യ, മൂസ്തകിന്യ അവർക്കും പ്രത്യേകമായി നിനക്ക് സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ഓൺലൈനിലൂടെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ സഫ്വാൻ കൽക്കട്ടയുണ്ട്, അദ്ദേഹത്തിനും സ്വാഗതം അറിയിക്കലോടുകൂടെ ഇവിടെ കൂടിയ എല്ലാ ഉസ്താദുമാർ, വലിയ ഉസ്താദുമാരുണ്ട്. നമ്മുടെ അബ്ദുല്ലാഹി സാദ് ഉസ്താദ്, അതുപോലെ റുമണയുടെ ഇക്രമുള്ള സക്കാഫി ഉസ്താദ് അടക്കമുള്ള വലിയ പിന്നെ ഹമീദ് സക്കാഫി ഉസ്താദ് കൊടുങ്കൈ അടക്കമുള്ള വലിയ ഉസ്താദുമാർ ആലിമീങ്ങൾ ഉള്ള സദസ്സാണ്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മുടെ SMAയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഉസ്താദിൻ്റെ ഉപദേശമാണ് വലമുണ്ട് ഉസ്താദിൻ്റെ. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് SMAയുടെ പ്രസിഡന്റ്
അബ്ബാസ് ചെയർമാന് നമ്മോട് സംസാരിക്കും. അബ്ബാസക്കും എല്ലാവർക്കും ഒറ്റവാക്കിയുള്ള സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റേഞ്ച് പ്രസിഡന്റ് ഹനീഫ് സാദി ഉസ്താദ്, SMA പ്രസിഡന്റ് അബ്ബാസ് ചമതപ്പാടി അടക്കമുള്ള ദേർലഘട്ട റേഞ്ചിൻ്റെ സഹപ്രവർത്തകരായ ഉസ്താദുമാർ, SMA നേതാക്കൾ, എന്തുകൊണ്ടും ഒരു ശ്ലാഘനീയമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു വർഷത്തിൻ്റെ നമ്മുടെ ഈ സേവന രംഗം റമദാനിന് വേണ്ടി താൽക്കാലം വിരാമം വെക്കുന്ന ഈ സന്ദർഭത്തിൽ ഉസ്താദുമാർ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി പോകണമെന്ന ഉദ്ദേശത്തോടു കൂടി റമദാൻ വരുമ്പോൾ ഷഅബാനിൽ തന്നെ പലരും റമദാനിൻ്റെ ഒരുക്കവുമായി തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ ശമ്പളത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഉസ്താദുമാർ അത് കണ്ടിങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു രംഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ഏകദേശം റേഞ്ചുകളിലും ഇങ്ങനെയുള്ള ഒരു സന്തോഷത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉസ്താദുമാർ കാണുമ്പോൾ വലിയ നല്ല റാഹത്തോടെ സന്തോഷത്തോടു കൂടി കാണുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ പ്രയാസങ്ങൾ, വളരെ വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന എത്രയോ ഉസ്താദുമാർ നമ്മുടെ അനുഭവങ്ങളിലുണ്ട്. അവർക്കെല്ലാം ഇത് വലിയ ഒരു താങ്ങായിട്ടാണ് ഈ ഒരു റംസാൻ കിറ്റ് നാം കൊടുക്കുന്നത്. ഇതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിന് ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, നമ്മുടെ റേഞ്ചും SMA എല്ലാ പ്രവർത്തകന്മാർക്കും ഇൻഷാ അല്ലാഹ് ഉസ്താദ് പ്രത്യേകമായി ദുആ ചെയ്യും. അള്ളാഹു എല്ലാവർക്കും തക്ക പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തു വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഉസ്താദിൻ്റെ ഉപദേശത്തിൻ്റെ മുമ്പ് നമ്മുടെ SMA പ്രസിഡന്റ് 1-2 വാക്ക് നമുക്ക് ആശംസിക്കും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റായിട്ട് വിതരണം ചെയ്യും. പിന്നെ ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ ഉപദേശമാണ്. നമ്മുടെ SMA പ്രസിഡന്റ് അബ്ബാസിനെ ആദരവോട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ്. അമ്മാ ബഅദ്. കേരളക്കട്ട റീജിയണലും റേഞ്ചും ജൻറ്റിയായി ഇന്ന് നമ്മളെ മഹല്ല് ജമാഅത്തിൻ്റെ ഉസ്താദുമാർക്ക് ഒരു കിറ്റ് വിതരണം ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് വലിയ സന്തോഷം വന്നത് നമ്മളെ എല്ലാമായ ഉസ്താദ് വാലമണ്ടോ ഉസ്താദ്, അതേപോലെ നമ്മളെ റേഞ്ചിൻ്റെ ആത്മീയനായ ഉസ്താദ് ഹനീഫ് സാദി ഉസ്താദ്, അതേപോലെ നമ്മളെ റീജിയണൽ സംബന്ധിച്ച എൻ്റെ ആത്മീയ സുഹൃത്തും മുപ്പത്തീസുമായ സിദ്ദീഖ് മദനി ഉസ്താദ്, അതേപോലെ ഞങ്ങളെ ദേർലഘട്ട റീജിയണൽ SMA പ്രബലനായ കാര്യദർശി ഹനീഫ് സാദി ഉസ്താദ്, അതേപോലെ വേദിയിലുള്ള എല്ലാ ഉസ്താദുമാർ, റേഞ്ചിൻ്റെ കാര്യദർശി ഉസ്താദ്,
അതേപോലെ എല്ലാ മഹല്ല് ജമാഅത്തിൻ്റെ ഖതീബ് ഉസ്താദ്മാരും സദർ ഉസ്താദ്മാരെ മൊഹല്ലിം ഉസ്താദ്മാരെ മുഹദ്ദിൻ ഉസ്താദ്മാരെ ഇന്ന് ഞമ്മൾക്ക് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് സ്വാഗതത്തിലും ഉദ്ഘാടനയിലും ചൊല്ലിയതുപോലെ തന്നെ നമുക്ക് ഒരു കിട്ട് ഉസ്താദ്മാർക്ക് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ന് നമ്മളെ റീജിയനിൽ വെച്ച് നടക്കുന്നതാണ്. ഉസ്താദ്മാർ ചെല്ലുമ്പോൾ നമുക്ക് വലിയൊരു ഭാഗ്യം, എനിക്ക് ഇപ്പോൾ വലിയൊരു ഭാഗ്യം ചെല്ലും. ഇത്ര 50ഓളം ഉസ്താദും നമ്മളൊരു 30 ഉസ്താദും അതേപോലെ എൻ്റെ ബാപ്പൻ്റെ വലിയ പരിചയപ്പെട്ട ആളാണ് നമ്മളെ വാലമണ്ട ഉസ്താദ്. ഒരെല്ലാവരും ഈ ഇടയിൽ വന്നിട്ട് നമ്മൾ നിൽക്കുന്നെങ്കിൽ എനിക്ക് വലിയൊരു ഭാഗ്യം. ഇത് അള്ളാഹു നമ്മളെ ആയുഷ്യോളം ഇതേപോലെ നിലനിർത്തിയിട്ട് എനിക്ക് വലിയ സന്തോഷം. ഉസ്താദ്മാരുടെ ഇടയിൽ എൻ്റെ ബാപ്പയും മുന്നേയും അത്തന്നെ മഹല്ല് ജമാഅത്തിൽ വന്ന് ഉസ്താദ്മാരെ സംബന്ധിച്ച് ഉസ്താദ്മാരിനെ പോയി ചർച്ചയായിക്കൊണ്ടും അവിടെ മസാല ചൊല്ലിക്കൊണ്ടും അവിടെ മുണ്ടിക്കൊണ്ടും മുന്നത്തെ ഉസ്താദ്മാർക്കെല്ലാം അറിയും. ഇതിൽ ഒന്നും നമ്മളിപ്പോൾ സൂര്യ ഉസ്താദ് ഞങ്ങൾ ഉറുമണിലുള്ള ആൾക്ക് മാത്രമേ അറിയൂ. ബാക്കിയുള്ള ഞങ്ങൾ ഉറുമണിലുള്ള ഉസ്താദിനവർക്ക് അത്ര അറിയില്ല. ബാപ്പ ചെല്ലും കാര്യങ്ങൾക്ക് അവിടുത്തോളം ഇതിൽ സംബന്ധിച്ച് ഉസ്താദ് ഇന്ന് എനിക്ക് വലിയ ഭാഗ്യം ചെല്ലെങ്കിൽ ഇത്ര ഉസ്താദുമാരുടെ ഇടയിൽ വന്നിട്ട് ഇവർ 2 ആശംസ പറയുന്നത് ചെല്ലും അത് വലിയ ഭാഗ്യം. നിങ്ങളെ ദുആ എപ്പോഴും വേണു. ദുആ മാത്രമേ അല്ല, ആഫിയത്തുള്ള ദീർഘായുസ്യം വേണം. ആഫിയത്തില്ലാതെ ദീർഘായുസ്യത്ത് പറഞ്ഞില്ല. ആരെയായിട്ട് നമ്മളെ സുന്നത്ത് ജമാഅത്തിൽ നമ്മൾ എത്രാണ്ട് ചെയ്യിച്ചിനോന്നുള്ള വിഷയം അല്ല. ഇത്രാണ്ട് ചെയ്യിച്ചാൽ നമ്മൾ ദീനയായിട്ട് എന്ത് നമ്മ സേവന ചെയ്യുന്നോ അത് മാത്രമേ നമുക്ക് ഉപയോഗപ്പെടും. ഞാൻ 50 ആണ്ട് ജയിച്ച 60 ആണ്ട് ജയിച്ച അല്ല 80 100 ആണ്ട് ജയിച്ച ഈ വിഷയമല്ല. ആ ആണ്ട് ജയിച്ചോടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നോ ദീനയായിട്ടും ഇത്തരമായിട്ടും എന്ത് ചെയ്യുന്നോ ചെന്ന വിഷയമേ നമുക്ക് മെയിനായിട്ട് വൈകും. ഏത് നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അത് ആഖിറത്തിൽ നമുക്ക് ടണലായിട്ട് കിട്ടും. അതുകൊണ്ട് ഇന്നത്തെ ഈ കിട്ട് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ കൊല്ലം ഉസ്താദ് ചെല്ലെ പോലെ ഒരു 2500 കൊടുത്തു. ഈ കൂട്ടിൽ ഒരു 3000 രൂപൻ്റെ കിട്ട് കൊടുത്തു ഇൻഷാ അല്ലാഹ്. അതേപോലെ എൻ്റെ ആത്മീയ ഒരു സുഹൃത്ത് ഒരു ബിസിനസ്സിൻ്റെ ഒരാൾ ഞാൻ മുന്നാന്ന് കിട്ടിയപ്പോൾ ഒരു ഫോൺ വിളിച്ചപ്പോൾ അപ്പന്നെ വന്ന് നാട്ടക്കല്ലിക്ക് എത്തിയിട്ട് എന്താ പക്ഷേ വിളിച്ചും കേട്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു ഉസ്താദ്മാർക്ക് ഒരു കിട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളെ കണക്കിൽ നിങ്ങൾ ഒരു 10 kg നന്നല്ല ഈ കുറി ഞാൻ കേൾക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള വിഷയത്തിലെല്ലാം നമ്മളെ SMA സഹകരിക്കുന്ന ആളെ മുമ്പ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ തരാം പറഞ്ഞു. അപ്പോൾ ഇന്നാളെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ആ അരി നിങ്ങൾ ഓടുന്ന് എടുക്കുന്നു, ആ പൈസ നിങ്ങൾക്ക് അയക്കും, നിങ്ങൾ അരി അടുക്കി എന്നെ പറഞ്ഞു. അപ്പോൾ 50 കിട്ട് ഞാൻ സ്വബയ്ക്ക് ഇവിടെ വന്നിട്ട് എത്തിച്ച് ഇൻഷാ അല്ലാഹ്. ഹന്തമായി നമ്മൾ SMA ദേർലക്കെട്ട് റീജിയണൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ മഹല്ല് ജമാഅത്തിൻ്റെ ഖതീബ് ഉസ്താദ്മാരും സദർ ഉസ്താദ്മാരും മുഅല്ലിം ഉസ്താദ്മാരെയും സഹകാരം ഇനിയും അത്യാഗത്യമാണ്. നിങ്ങളെ സഹകാരം ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകും. ഗാഡീൻ്റെ ചക്രം എതിരിൽ പോയെങ്കിൽ ബോരി പതിയനായും മുന്നേക്ക് പോകാൻ സാധ്യമില്ല. ബോരി എതിർന്നു ചക്രം പതിയെ നിന്നേ വേണം. അപ്പം നിങ്ങളെ സഹകാരം അത്യാവശ്യം ഈ SMA ഉസ്താദ്മാരെ സഹകാരമില്ല കണ്ടെങ്കിൽ നടക്കുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി മുമ്പ് ഇന്ന് നല്ല ഉസ്താദ്മാരെ സന്തോഷിപ്പിക്കുന്ന കാര്യക്രമങ്ങൾ എല്ലാം ആക്കാനുണ്ട്. ഒന്നും കൂടി ഒരു കാര്യക്രമം നമ്മൾ SMA ഭാര്യ ഞാൻ ഒരു ആശ വെച്ചിട്ടുണ്ട ടൈമും നോമ്പും എല്ലാം അടുത്തടുത്ത് വന്നതിനെ കൊണ്ടു മഹല്ലിൽ കാര്യക്രമം വന്നതെ കൊണ്ടു ഇൻഷാ അല്ലാഹ് ഒരാൾ എൻ്റെ പറഞ്ഞിട്ടുണ്ടായി ആ കാര്യക്രമത്തിന് എനിക്ക് എത്ര ചിലവാണ് ആ പൈസ ഞാൻ തരാമെന്ന് ചെന്നിട്ട് നമ്മളെ പഠിക്കുന്ന മക്കളെ ഖുർആനിൽ ഒരു കണ്ടപാഠം കാണാതെ ഓതുന്ന ഒരു കാര്യക്രമമാക്കണമെന്നിട്ട് വരെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇനി റമദാൻ കഴിഞ്ഞിട്ട് മുമ്പ് പിന്നെ വെക്കണമെന്ന ഒരാശയം ഉണ്ട്. കോമ്പറ്റീഷൻ അങ്ങനത്തെ കാര്യക്രമമെല്ലാം ആയിക്കൊണ്ട് പോയെങ്കിലേ നമ്മളെ റീജിയണൽ SMA ചെല്ലുന്നത് എടുത്തിട്ട് കാണുന്നത്. ഇങ്ങനത്തെ കാര്യക്രമം റീജിയണൽ SMA ചെല്ലെങ്കിൽ അത് ശരിയായ സംഘടന അല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം.
മഹല്ല് ജമാഅത്തിന് അതിൽ അയക്കാക്കിയിട്ട് 5 ആളല്ലോ സർ, 5 ആള് ആ മഹല്ല് ജമാഅത്ത് അയക്കാക്കിയിട്ട് അതിൽ റേഞ്ചിൽ നിന്ന് പതിക്ക് ഉസ്താദ്മാരെ അയക്കാക്കിയിട്ട് വെച്ച ഒരു സംഘടനയാണ് നമ്മുടെ ദേർലക്കെട്ട SMA എന്നത്. അങ്ങനെ അത് അത്രയും പവറുള്ള സംഘടനയാണ്. ആ സംഘടന എപ്പോഴും മുമ്പോട്ട് പോണു. ഇൻഷാ അല്ലാ ഇന്ന് വന്നതായിരിക്കുന്ന എല്ലാ ഉസ്താദ്മാർക്കും നമ്മളെ എല്ലാമായ നമ്മളെ വാലമണ്ട ഉസ്താദിൻ്റെ ആശംസ പ്രസംഗത്തിൽ കേൾക്കണമെന്ന് ഒരാശ എനിക്കുണ്ട്. ഒരു കുറച്ചാണ് തിരക്കിലുള്ളവനെ കൊണ്ടു എനിക്ക് പോകാനുണ്ട് അവസരം. ഞാൻ ഉസ്താദിൻ്റെ പെട്ടെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് എല്ലാം ഇതിപ്പോൾ ഞാൻ ദേർലക്കെട്ട റീജിയണൽ SMA പരമായിട്ട് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഇൻഷാ അല്ലാ ഇനി ഒരു വിഷയം കൂടി ഞാൻ പറയുന്നു. നമ്മളെ റേഞ്ചിൻ്റെ അധ്യക്ഷർ ഗമനത്തിലേക്ക് റംസാൻ 27 എൻ്റെ ഒരു ചങ്ങായി പിന്നെ ഒരു സാമാനം നിങ്ങൾക്ക് തരും പറഞ്ഞിന്. അത് അള്ളാഹു അയാൾക്ക് നല്ല അയാളെ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് കൊടുക്കട്ട്. കിട്ടുന്നതല്ല സാർ, ചെറിയൊരു പെരുന്നാളിൻ്റെ ചോറിൻ്റെ സാമാനം, കോഴി ബിരിയാണി ആക്കുന്നത്, ഒരു നെയ്ച്ചോറ് വെക്കുന്ന ഒരു സാമാനം മുമ്പിട്ട് ഇൻഷാ അല്ലാ അത് പറഞ്ഞെങ്കിൽ ഞാൻ റേഞ്ച് അധ്യക്ഷർക്ക് നമ്മളെ കാര്യദർശിക്കും അറിയിക്കും. നമ്മളെ ലത്തീഫാക്കൊണ്ടു അവിടുന്ന് എനിക്കെല്ലാം എടുത്തോണ്ട് പോവാം ഇൻഷാ അല്ലാ. നിങ്ങളെല്ലാം ദുആലി ഉൾപ്പെടുത്തണം. ആഫിയത്തുള്ള ദീർഘായുസ് മെയിനായിട്ട് വേണം ഇതിലേക്ക് നയിക്കന്. എല്ലാം സാധ്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കിറ്റ് വിതരണം ഒന്ന് ഫസ്റ്റ് നടക്കുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് SMA റീജിയണലിൻ്റെ ഡയറക്ടർ റീജിയണലിൻ്റെ കോശാധികാരി ലത്തീഫ മദനിയും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ SMA ദേർലക്കെട്ട റീജിയണലിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിൻ്റെ സെക്രട്ടറി ഇസ്മായിൽ കണക്കൂർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ പ്രസിഡൻറ്റ് SMA പ്രസിഡൻറ്റ് വലിയ ആവേശത്തിലുണ്ട്. ഇപ്പോൾ ഈ കുറി ഫസ്റ്റ് നമുക്ക് ആരിൻ്റെത് ഓഫറാക്കിയിട്ട് തന്നെ ഇപ്പം ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ റമദാൻ 20 ഓഫർ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ആ തരുന്ന ആൾക്ക് മാത്രമല്ല അബ്ബാസൊക്കെ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ചിട്ട് റമദാനിൽ നല്ല നല്ല രാത്രികൾ വരുമ്പോൾ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉസ്താദ് അവരുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شهد الله أنه لا إله إلا هو والملائكة قائما بالقسط. صدق الله مولانا العظيم. من يريد الله به خيرا يفقهه في الدين. صدق رسول الله صلى الله عليه وسلم. على قدر علم المرء يعظم خوفه فلا عالم إلا من الله خائف وآمين مكر الله بالله جاهل وخائف مكر الله بالله عارف. يا رب صل على من حل بالحرم
طه الرسول الذي قد خص بالكرم مولاي صل وسلم دائما على حبيبك السلام عليكم ورحمة الله وبركاته. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ കൂട്ടായ്മ, നമ്മളെ ഈ സംരംഭം ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് അവർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത്തരം നല്ല കാര്യങ്ങളിൽ മുന്നോട്ടും വലിയ ആവേശത്തോടുകൂടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിവരം കുറഞ്ഞ സാധുവായ ഞാൻ ഈ വലിയ വലിയ ആലിമ്യങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ അർഹനല്ല എന്ന എൻ്റെ അജിസ് സമ്മതിച്ചുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൂടിപ്പോയാൽ അത്യാവശ്യമായ ചില കാര്യങ്ങൾ എനിക്കറിയുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ദുആ ചെയ്ത് പിരിയാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദേർലക്കട്ട റേഞ്ച് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച മഹത്തായ ഒരു പരിപാടി ആദ്യമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് ലഭിച്ചത് അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ തൗഫീഖ് എന്നും നമ്മുടെ ആയുസ് കാലം മുഴുവനും അല്ലാഹു നിലനിർത്തി തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഒരു കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ഈ ലോകത്ത് പ്രബോധനം ചെയ്തത് അല്ലാഹുവിൻ്റെ പരിശുദ്ധാത്മാക്കളായ അംബിയാ മുർസലിങ്ങളാണെന്ന് നമുക്കറിയാം. അംബിയാ മുർസലിങ്ങളുടെ ശൃംഖല മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി അവസാനിച്ചു. തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഒരു പ്രവാചകൻ ഇവിടെ വരേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറഫ മലയിൽ ഇറങ്ങിയ ആയത്ത് നമുക്കറിയാം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ലക്ഷക്കണക്കിന് അള്ളാഹിൻ്റെ പരിശുദ്ധാത്മാക്കളായ അംബിയാ മുർസലിങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ചു വന്ന അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീൻ എല്ലാ നിലക്കും ഇന്നത്തെ ദിവസം പൂർണ്ണമാക്കി തന്നു. ഇനി അതിൽ നിന്നൊരക്ഷരം വിട്ടുകളയാനുമില്ല,
ഒരക്ഷരം അതിലേക്ക് കൂട്ടിച്ചേർക്കാനുമില്ല. ആ നിലക്ക് ഇന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ നിങ്ങൾക്ക് എല്ലാ നിലക്കും പരിപൂർണമാക്കി തന്നു എന്നർത്ഥം വരുന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത് ഹജ്ജത്തുൽ വദാഇൽ അറഫയിൽ വെച്ചാണ് എന്ന സംഭവം നമുക്കറിയാം. എന്നാൽ അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധ ദീൻ ഖിയാമത്ത് വരെ അതിൻ്റേതായ രൂപത്തിൽ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതൊരിക്കലും അസ്തമിച്ചു പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഖിയാമത്ത് വരെ ആ പരിശുദ്ധ ദീനിൻ്റെ പ്രബോധകരും പ്രവർത്തകരും ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. അതുപോലെ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഇങ്ങനെ പല ഹദീസുകളും നമുക്ക് കാണാനുണ്ട്. പരിശുദ്ധാത്മാക്കളായ അംബിയാ മുർസലീങ്ങളുടെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഇവിടെ അവസാനിച്ചെങ്കിലും അതിൻ്റെ ശേഷം പരിശുദ്ധ ദീൻ ഈ ലോകത്ത് പ്രബോധനം ചെയ്യേണ്ടതും അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതും എൻ്റെ സമുദായത്തിലുള്ള ഉലമാ ആണ് എന്നാണ്. അങ്ങനെ ഉലമാ മുഖേന അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ഈ ലോകത്ത് പ്രബോധനം ചെയ്യപ്പെടാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും തുടങ്ങിയിട്ട് ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. നാം നിലകൊള്ളുന്ന ഈ നൂറ്റാണ്ട് 21-ാമത്തെ നൂറ്റാണ്ട്. അപ്പോൾ ഇന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതും വിവരിച്ചു കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിലകൊള്ളുന്നതും ഈ സമുദായത്തിലുള്ള ഉലമാ ആണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. അത്തരം ഉലമാവിൻ്റെ കൂട്ടത്തിൽ അത്തരം ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശരിയായ ഉഖ്റവിയായ ഉലമാവിൻ്റെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരട്ടെ. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉഖ്റവിയായ ഉലമാവിനെ മഹബത്ത് വെക്കുന്ന കൂട്ടത്തിലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വെട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഉലമാഇൻ്റെ ബഹുമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും വിവരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ മാസങ്ങളോളം പറയാനുണ്ട്. സൂറത്ത് ആല ഇംറാനിൽ ഒരായത്ത് നാമൊക്കെ കണ്ടവരാണ്. ആ ആയത്താണ് ഇവിടെ ഞാൻ ആദ്യമായി ഓതിയത്. ഉലമാഇനെ സംബന്ധിച്ച്, ഉലമാഇൻ്റെ ബഹുമാനത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായിക. വളരെയേറെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ആശയമാണ് ആ ആയത്തിൻ്റെ ആശയം. അള്ളാഹു പറയുന്നു, ഷഹിദല്ലാഹു, അള്ളാഹു സാക്ഷിയാണ്. എന്തിന്? അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, ഈ ലോകത്ത് ഹക്കായ മഅബൂദ് അള്ളാഹു മാത്രമാണ് എന്നതിന്
ഒന്നാമത്തെ സാക്ഷി അല്ല തന്നെയാണ്. രണ്ടാമത്തെ സാക്ഷികളായി അള്ളാഹു പറയുന്നു വൽ മലായിക, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ മലക്കുകളാണ്. ഈ ലോകത്തെ ഹക്കായ മഅബൂദ് അള്ളാഹു മാത്രമാണ് എന്നതിന് ഒന്നാമത്തെ സാക്ഷി അള്ളാഹു തന്നെയാണ്. രണ്ടാമത്തെ സാക്ഷികളായി അള്ളാഹു പറയുന്നത് അവൻ്റെ മലായികത്തിനെ കുറിച്ചാണ്. മൂന്നാമത്തെ സാക്ഷികളായി അള്ളാഹു പറഞ്ഞത് വ ഉലുൽ ഇൽമി, ഇൽമിൻ്റെ അഹ്ലുകാരായ മുഖറബിയായ ഉലമാ, അവരാണ് മൂന്നാമത്തെ സാക്ഷികൾ. അപ്പോൾ ഹക്കായ മഅബൂദ് അള്ളാഹു മാത്രമാണ് എന്നതിന് ഒന്നാമത്തെ സാക്ഷിയായി അള്ളാഹിനെ തന്നെ തിരഞ്ഞെടുത്തു. രണ്ടാമത്തെ സാക്ഷികളായി അള്ളാഹു അവൻ്റെ മലായികത്തിനെ തിരഞ്ഞെടുത്തു. മൂന്നാമത്തെ സാക്ഷികളായി അള്ളാഹു തിരഞ്ഞെടുത്തത് ഈ ഇരിക്കുന്ന ഉലമാ, ഈ സമുദായത്തിലുള്ള ഉലമാ. അതിൽ നിന്ന് തന്നെ ഈ ഉലമാഇന് അള്ളാഹു നൽകിയ സ്ഥാനവും ബഹുമാനവും ഫവറും എത്ര മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദിൻ അൽ ഗസാലി ഇമാം മഹാനവറുകൾ സാഹിദ് ഉസ്താദിനെ പണ്ടേ അറിയുന്ന ആൾ, ഞാൻ കാലം ദർശനം നടത്തിയ ആളും ഇതിൻ്റെ സംഘടനാപരമായിട്ട് മറ്റെല്ലാം പ്രവർത്തിക്കുന്നതാണ്. കാരണം മൂപ്പര നാട്ടിൻ്റെ ഭാഗത്ത് ഞാൻ 25 കൊല്ലം ഉണ്ടായത്. എല്ലാ ആലിമ്യങ്ങൾക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. നമ്മളെല്ലാവരുടെയും ഏറ്റവും വലിയ നേതൃത്വമായ മഹാനായ ശൈഖുനാ സൈനുൽ ഉലമ ഹോസ്പിറ്റലിലാണ്. മൂപ്പർക്ക് ഈ മജ്ലിസ് പിരിഞ്ഞാൽ മജ്ലിസ് അത് പൂർണ്ണമാവില്ല. അള്ളാഹുവെ, മഹാനവരുകളുടെ എല്ലാ രോഗങ്ങളും എല്ലാ ക്ഷീണങ്ങളും നീ മാറ്റണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഈ സമുദായത്തിന് ദീർഘകാലം നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ടവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ബാദപ്പുഴ ജമാഅത്ത് പള്ളിയിൽ ദീർഘകാലമായി ദർസ് നടത്തി വരുന്ന ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് മുപ്പറും ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നാണ് അറിഞ്ഞത്. അള്ളാഹുവെ, മുപ്പരുടെയും രോഗങ്ങൾ നീ ശിഫിയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അങ്ങനെ ഞാനടക്കം ആഫിയത്ത് കുറഞ്ഞ പലരും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരുടെയും ആഫിയത്ത് നീ മെച്ചപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. നമ്മളാരും പ്രതീക്ഷിക്കാതെ 2 ആഴ്ചക്ക് മുമ്പ് ദീർഘകാലം പല മഹല്ലത്തുകളിൽ ദർസ് നടത്തി സമുദായത്തിന് ഉപകരിക്കുന്ന ഹെൽപ്പുള്ള ഒരുപാട് ആലിമ്യങ്ങൾ വാർത്തെടുത്ത ഒരു പണ്ഡിതനായിരുന്നു തുർക്കളിക ബഹുമാനപ്പെട്ട ഖാസിം സഖാഫി ഉസ്താദ്. നമ്മുടെ അടുത്ത പ്രദേശമായ കട്ടത്തളയിൽ തന്നെ 7-8 വർഷക്കാലം ദർസ് നടത്തിയിട്ടുണ്ട്. മഞ്ഞനാടി ഉസ്താദും സുരുവയിൽ ഉസ്താദും ദർസ് നടത്തിയ മഞ്ഞനാടി ആ വലിയ ദർസിലും ബഹുമാനപ്പെട്ട ഒരു മുദരിസായി സേവനം ചെയ്തിട്ടുണ്ട്. ശൈഖുനാ സുരുവയിൽ ഉസ്താദ് 26 വർഷം ദർസ് നടത്തിയ സുരുവയിൽ ജുമാഅത്ത് പള്ളിയിലും ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിയിട്ടുണ്ട്. നമ്മളാരും പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് ബഹുമാനപ്പെട്ട 2 ആഴ്ചക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞത്. അള്ളാഹുവെ, ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാഹ്. പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ദീനിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഖിദ്മത്ത് നീ കബൂലാക്കണേ അല്ലാഹ്. അപ്പോൾ വഫാത്തായി 2 ദിവസം പിന്നിട്ടപ്പോൾ പേരമുഖേർ മുദരീസ്, നമുക്കൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ പരിചയമുള്ള ഫാദിലി ഉസ്താദ്, ളുഹർ നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന് ഉസ്താദ് സലാം വീട്ടി
ദിക്റും ദുആവൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ഒരു 100 മീറ്റർ അങ്ങോട്ട് പാസ്സാകുമ്പോൾ അല്ലാ അല്ലാ ബഹുമാനപ്പെട്ട ഫാദിൽ ഉസ്താദ് പെട്ടെന്ന് വഫാത്തായി വരും നമുക്കറിയാം. അള്ളാഹു അദ്ദേഹത്തിൻ്റെയും ഖിദ്മത്ത് നീ കബൂലാക്കണേ അല്ല, അദ്ദേഹത്തിൻ്റെയും ആഖിറം നീ വെളിച്ചമാക്കണേ അല്ല. അതുപോലെ വലിയ വലിയ നമ്മുടെ മഹാന്മാരായ ഒരുപാട് ആലിമീങ്ങൾ നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. ഇതിന് അവസാനം നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ നമുക്ക് ഏറ്റവും വലിയ അവസാനത്തെ പ്രതീക്ഷയായിട്ടുള്ള സൈനുള്ള ഒരു ഉസ്താദ് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ഈ സമുദായത്തിലുള്ള സാദാത്തുക്കൾക്ക് വേണ്ടി, ആലിമ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ആഫിയത്തിന് വേണ്ടി, അവരുടെ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യൽ എൻ്റെയും നിങ്ങളുടെയും നിർബന്ധമായ കടമയാണ്. അള്ളാഹുവെ മഹത്തുക്കളായ സാദാത്തുക്കൾക്കും മഹാന്മാരായ ഉലമാഇനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മനുഷ്യനിക്ക് ഏറ്റവും വലിയ മുഖ്യമായി മനുഷ്യർക്ക് ഏറ്റവും ആവശ്യം ആഫിയത്താണ്. എത്ര പൊന്നുണ്ടായിട്ടും എത്ര വെള്ളി ഉണ്ടായിട്ടും എത്ര ബിസിനസ് ഉണ്ടായിട്ടും എത്ര കമ്പനി ഉണ്ടായിട്ടും ഒരു കാര്യമില്ല, ആഫിയത്ത് പോയാൽ. ആഫിയത്ത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ 40 കൊല്ലം മുമ്പ് മുത്തവൽ ക്ലാസ്സിൽ മഹാനായ ഷെയ്ഖുൽ ഹദീസ് കെ ഹസ്രത്ത് ഉസ്താദ് ഞങ്ങൾക്ക് ബുഖാരി ക്ലാസ് എടുക്കുന്ന സമയത്ത് മുമ്പ് വായിച്ചർത്ഥം വെച്ച ഒരു ഹദീസ് എൻ്റെ ഓർമ്മയിൽ വന്നു. നിഅമത്താനി മഖബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന വമ്പിച്ച 2 നിഅമത്തുകളുണ്ട്. പറഞ്ഞിട്ടെന്ത് കാര്യം? മഖബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. ബഹുഭൂരിപക്ഷം ജനങ്ങളും ആ നിഅമത്തുകളെ ഉപയോഗപ്പെടുത്തുന്നവരല്ല, നഷ്ടപ്പെടുത്തുന്നവരാണ് എന്നാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 2 നിഅമത്തുകൾ? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന ആഫിയത്ത്, ആരോഗ്യം, അത് മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. വൽ ഫറാഗ്, ഒഴിവ് സമയം. എപ്പോഴും ബിസിയല്ലേ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ബിസി. എത്ര ബിസി ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് 1 മണിക്കൂർ, ഏതെങ്കിലും ഒരു സമയത്ത് രാത്രിയോ പകലോ 1 മണിക്കൂർ നമുക്കൊരു ഫറാഗ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫറാഗ് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് 40 കൊല്ലം മുമ്പ് കെ ഹസ്രത്ത് ഉസ്താദ് മുത്തവൽ ക്ലാസ്സിലിരിക്കുന്ന ഞങ്ങളോട് ചോദിച്ചു, എന്താണ് ഈ ഫറാഗ്? ഈ ഫറാഗിനെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ മനസ്സിലാക്കി തരണോ എന്ന് ചോദിച്ചിട്ട് മുമ്പ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്, നിക്കാഹ് കഴിയുന്നതിന് മുമ്പുള്ള ജീവിതം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്തിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ആ അവസരം അത് അവൻ്റെ ഏറ്റവും വലിയ ഫറാഗിൻ്റെ സമയമാണ്. നിക്കാഹ് കഴിഞ്ഞ് ഭാര്യയും മക്കളും പേരമക്കളെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ബിസി. അപ്പോൾ നിക്കാഹ് കഴിയുന്നതിന് മുമ്പുള്ള ജീവിതം അത് സ്വന്തം ജീവിതമാണ്, അത് ഒറ്റക്കുള്ള ജീവിതമാണ്. ആ ജീവിതം അത് അവൻ്റെ ഏറ്റവും വലിയ ഫറാഗിൻ്റെ സമയമാണ് എന്ന് മഹാനവറുകൾ 40 കൊല്ലം മുമ്പ് വിവരിച്ചത് നിങ്ങളെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന വാർത്ത. അതുകൊണ്ട് സലുല്ലാഹൽ ആഫിയ എന്ന് പ്രത്യേകം ഹദീസുണ്ട്. അള്ളാഹിനോട് നിങ്ങൾ ആഫിയത്തിന് ചോദിച്ചോളി. കാരണം എത്ര സ്വത്തുണ്ടായിട്ടും എത്ര സമ്പത്തുണ്ടായിട്ടും എത്ര പൊന്നുണ്ടായിട്ടും എത്ര വെള്ളി ഉണ്ടായിട്ടും എത്ര ബിസിനസ് ഉണ്ടായിട്ടും ആഫിയത്ത് പോയാൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് ആഫിയത്ത് കുറഞ്ഞവരുടെ ആഫിയത്തിന് വേണ്ടി നമ്മൾ ദ്വാരക്കുക. നമ്മളെ ആഫിയത്തിനെ കൂടുതൽ കാലം നീട്ടാൻ അള്ളാഹിനോട് നമ്മൾ ദ്വാരക്കുക. അള്ളാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ, ആലിമീങ്ങളെ കൂട്ടത്തിൽ, സലാത്തിങ്ങളെ കൂട്ടത്തിൽ, സാധാരണക്കാരെ കൂട്ടത്തിൽ, കുടുംബത്തിൽ ആഫിയത്ത് കുറഞ്ഞവർ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ആഫിയത്ത് നീ
നീ പുരോഗതിയിലാക്കണേ അല്ലാ. എല്ലാവരുടെയും ആഫിയത്ത് നീ പൂർണ്ണമാക്കണേ അല്ലാ, പൂർണ്ണമാക്കണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ സമുദായത്തിലുള്ള നമ്മെപ്പോലെയുള്ള ഉലമാഇൻ്റെ ബഹുമാനം. സൂറത്ത് ആൽ ഇമ്രാനിൽ കണ്ട ആയത്ത്, ഞാൻ വിശദീകരിച്ച ആ ആയത്തിൽ നിന്ന് തന്നെ ഉലമാഇൻ്റെ ബഹുമാനം ധാരാളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകനായ അള്ളാഹു, അവൻ മാത്രമാണ് ഹക്കായ മഅബൂദ് ഈ ലോകത്ത് എന്നതിന് ഒന്നാമത്തെ സാക്ഷികളായി അള്ളാഹിനെ തന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, രണ്ടാമത്തെ സാക്ഷികളായി അള്ളാഹു തിരഞ്ഞെടുത്തത് മലായിക്കത്തിനെയാണെങ്കിൽ, മൂന്നാമത്തെ സാക്ഷികളായി അള്ളാഹു തിരഞ്ഞെടുത്തത് നമ്മുടെ ഈ സമുദായത്തിലുള്ള ഈ ഉലമാഇനെയാണ്. അതുകൊണ്ട് തന്നെ ഉലമാഇന് അള്ളാഹു നൽകിയ ബഹുമാനം എത്ര മാത്രമാണ് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദിൻ അൽ ഗസാലി ഇമാമൻ മഹാനവരുകളുടെ അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായ തസവൂഫിൻ്റെ കിതാബായ ഇഹ്യ ഉലൂമുദ്ദീൻ, നമ്മളൊക്കെ ഇഹ്യ ഓതിയവരാണ്, ഓതിക്കൊടുത്തവരാണ്. ആദ്യത്തെ ബാബ് കിതാബുൽ ഇൽമാണ്. അങ്ങനെ ആയത്തുകളെ കൊണ്ടും ഹദീസുകളെ കൊണ്ടും മഹാന്മാരുടെ ഉദ്ധരണികളെ കൊണ്ടും ഉലമാഇൻ്റെ ബഹുമാനം ധാരാളം വിവരിച്ച് അവസാനം മൂപ്പർ യഹ്യയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. വഅയ്യു മർതബത്തിൻ അജല്ലു മിൻ കൗനിൽ അബ്ദി വാസിതതൻ ബൈന റബ്ബിഹി വബൈന ഖൽഖിഹി സുബ്ഹാനല്ലാഹ്. ഇമാം ഗസാലി തങ്ങൾ യഹ്യയിൽ ചോദിച്ച ചോദ്യമാണ്. വഅയ്യു റുത്ബത്തിൻ, ഏത് സ്ഥാനമാണ് അജല്ലു അഅ്ളമു, ഏറ്റവും വണ്ണമായ സ്ഥാനം, ഏറ്റവും വണ്ണമായ സ്ഥാനം അത് ഏതാണ്, എന്തിനേക്കാൾ? മിൻ കൗനിൽ അബ്ദി വാസിതതൻ ബൈന ഖൽഖിഹി വബൈന റബ്ബിഹി സുബ്ഹാനഹു വതആല. അള്ളാഹുവിൻ്റെ ഒരു അബ്ദ് അള്ളാഹുവിൻ്റെയും അവൻ്റെ ഖൽഖിൻ്റെയും ഇടയിൽ ഇടയാളനായി പ്രവർത്തിക്കുക എന്ന, അള്ളാഹിൻ്റെയും അവൻ്റെ ഖൽഖിൻ്റെയും ഇടയിൽ ഇടയാളനായി പ്രവർത്തിക്കുന്ന ഒരാൾ, ആ ഒരാളുടെ സ്ഥാനത്തേക്കാൾ വണ്ണമായ സ്ഥാനം ഏതാണ് എന്ന് ഇമാം ഗസാലി തങ്ങൾ യഹ്യയിൽ ചോദിച്ച ഒരു ചോദ്യം വളരെ ചിന്താർഹമായ ഒരു ചോദ്യമാണ്. മൂപ്പർ പറഞ്ഞതിൻ്റെ പൊരുൾ, ഈ സമുദായത്തിലുള്ള ഉഖ്റവിയായ ഒരു ആലിമ് അള്ളാഹുവിൻ്റെയും അവൻ്റെ ഖൽഖിൻ്റെയും ഇടയിലുള്ള വാസിത്തയാണ്, ഇടയാളനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ഈ സമുദായത്തിന് അള്ളാഹിൻ്റെ വകയായി പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവർത്തിക്കുന്ന അള്ളാഹിൻ്റെയും അവൻ്റെ ഖൽഖിൻ്റെയും ഇടയിലുള്ള വാസിത്തയാണ് ഒരു ആലിമ്. അള്ളാഹിൻ്റെയും അവൻ്റെ ഖൽഖിൻ്റെയും ഇടയിൽ വാസിത്തയായി പ്രവർത്തിക്കുന്ന ഒരാൾക്കുള്ള സ്ഥാനം, അതിനേക്കാൾ വലിയ സ്ഥാനം ഏതാണ്? ഒന്നുമല്ല. അതാണ് ഏറ്റവും വലിയ സ്ഥാനം എന്ന് ഇമാം ഗസാലി തങ്ങൾ തൻ്റെ യഹ്യയിൽ നമ്മോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും അല്ലാഹ്, അഥവാ ഈ സമുദായത്തിലുള്ള ഉലമാ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെക്കുറിച്ച് വലിയ രൂപത്തിലല്ലെങ്കിലും ഒരു ചെറിയ രൂപത്തിലെങ്കിലും എനിക്കും നിങ്ങൾക്കും പഠിക്കാനും മനസ്സിലാക്കാനും, അത് ഈ സമുദായത്തിന് മദ്രസ മുഖേന, ദർസ് മുഖേന, പ്രഭാഷണം മുഖേന അത് എത്തിച്ചു കൊടുക്കാനും ഉള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി എന്നത്, അത് ആർക്കും അള്ളാഹു നൽകാത്ത ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ തൗഫീഖ് അള്ളാഹു നമുക്ക് തന്നതിൽ അള്ളാഹുവിനെ വളരെയേറെ നമുക്ക് സ്തുതിക്കേണ്ടതുണ്ട്. ആ തൗഫീഖ് നമ്മുടെ മരണം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം.
ഉലമാഇൻ്റെ ബഹുമാനത്തെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഷവ്വാലിലൊക്കെ നമ്മൾ മദ്രസ തുടങ്ങിയവരാണ്. സമുദായത്തിലുള്ള കുട്ടികൾക്ക് ലക്ഷക്കണക്കായ കുട്ടികൾക്ക് ഖുർആനും ദീനിയാത്തും അമലിയാത്തും ദീനിൻ്റെ എല്ലാ പാഠങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി റമദാൻ കഴിഞ്ഞ ഷവ്വാലിൽ നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ രണ്ടാമത്തെ റമദാൻ വരുമ്പോൾ തൽക്കാലം ഒരു മാസത്തേക്ക് ലീവ് പ്രഖ്യാപിക്കുകയും നമ്മളൊക്കെ നമ്മളെ കുടുംബത്തിലേക്കും മറ്റും എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയം. അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. പാവപ്പെട്ട ഉസ്താദുമാരെ സഹായിക്കുന്നതിന് വേണ്ടി നല്ല നിലക്കുള്ള കിറ്റ് ഇവിടെ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മളെ വീട്ടിലെ റേഞ്ചിലും ഇന്ന് കിറ്റ് വിതരണം നടക്കുന്നുണ്ട്. ആചാര്യ അതിലൊക്കെ കുറേ എന്നെ ക്ഷണിച്ചിന്. പക്ഷെ ഇവിടുത്തെ ഈ വിഷയത്തിൽ ക്ഷണിച്ചത് 11-ാം തീയതി എൻ്റെ ഓർമ്മ. അങ്ങനെ അവർക്കും ഞാൻ കൂറ്റുകാട്ടി. ഇന്നലെ രാത്രി വെറും വിളിച്ച് ഞാൻ വരാൻ 10 മണിക്കുന്നുള്ളൂ മറുപടി കൊടുത്ത്. അതിൻ്റെ ശേഷമാണ് നമ്മളെ യൂണിവേഴ്സിറ്റികളാവും എൻ്റെ മോന് എനക്കറിയിക്കുന്നത്. നാളെ ഒക്കത്തുള്ളല്ല, നാളെ നിങ്ങൾ വരേണ്ടത് റേഞ്ച് പിന്നെ ദേർലക്കാട്ട് റേഞ്ചിലേക്കാണ്. അപ്പോൾ പിന്നെ അടുത്ത മൈനയാൾ കാസിം സഖാഫി എല്ലാവർക്കും പരിചയമുണ്ടാവും. അടുത്ത കിറ്റിൻ്റെ റേഞ്ചിൻ്റെ മൈനയാൾ കാസിം സഖാഫി അയാൾക്ക് അപ്പോഴാണ് ഞാൻ വിളിച്ചു. സാറേ കുറേ കാലമായി വിളിക്കുന്നു, ഞാൻ പോകുന്നു. ഇത്ര കാലം വിളിച്ചിട്ട് ഞാൻ തെറ്റിയിട്ടില്ല. അരമണിക്കൂർ മുൻപേ എല്ലാവരൊക്കെ ഞാൻ മുമ്പേ എത്തിയിട്ട് ഈ പ്രാവശ്യം നിങ്ങൾക്ക് മാപ്പ് തരണം. ഞാൻ ഓർമ്മയൊക്കെ കൊണ്ട് ഞാൻ എന്തായി നിങ്ങൾക്ക് ഞാൻ കൂറ്റുകാട്ടിയത്. അപ്പോൾ നാളത്തെ വിഷയത്തിൽ വന്ന് എന്നെ ഒഴിവാക്കിയിട്ട് അങ്ങനെ മൂപ്പരോട് ഞാനാണ് അങ്ങനെ മാപ്പ് വെക്കാനൊന്നുമില്ല. ഞാൻ പോയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും ഒത്ത നിലക്ക് ഒന്ന് പോകണമല്ല, അത് നമ്മുടെ ഹക്കല്ലേ. ഏതായിരുന്നാലും ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ചുറ്റുഭാഗങ്ങളിൽ ഈ കിറ്റ് പരിപാടി ചുറ്റുഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട നമ്മളെ ഉസ്താദുമാർക്ക് അത് വലിയ റമദാനിൽ ഉപകരിക്കുന്ന ഒരു സംഗതിയാണ്. വലിയ കൂലി കിട്ടുന്ന ഒരു സംഗതിയാണ്. നമ്മളെ പ്രസിഡന്റ് അടക്കം പലരും ഈ കിറ്റുകൾ ഒരുക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. മൊത്തത്തിലുള്ള ഓരോ കിറ്റിൻ്റെ പുറമെ എക്സ്ട്രാ ഒരു 10 കിലോ അരി എല്ലാ ഉസ്താദുമാർക്കും കിട്ടാൻ കാരണം നമ്മളെ പ്രസിഡൻ്റാണ്. അതുകൊണ്ട് മൂപ്പർക്ക് നമ്മൾ ദുആ ചെയ്യേണ്ടത് നമ്മളെ ഹക്കാണ്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ. മൂപ്പരെയും കുടുംബത്തെയും ഒക്കെ സന്തോഷത്തിലാക്കണേ. അള്ളാഹ് ഈ 3000 ഉറുപ്പ്യൻ്റെ കിറ്റുകൾ ഈ 10-50 മാലിന്യങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ചെറിയ പൈസ ഒന്നും മതിയാവില്ല, വലിയൊരു സംഖ്യ വേണം. ആ വലിയ സംഖ്യയിൽ ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ, അതിനു വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, അല്ലാഹുവേ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. വലിയ വിഷയമല്ലേ നോമ്പ് തുറക്കാനും മുത്താഴം കഴിക്കാനും ഉസ്താദുമാർക്കും ഉസ്താദുമാരുടെ കുടുംബത്തിനും ഒരു സഹകരിക്കുന്ന ഒരു സഹകരണം. ഇത് ഫണ്ടൊന്നും ഇങ്ങനെയുള്ളൊരു പരിപാടി ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളെ ചെറുപ്പത്തിലൊന്നും. എങ്കിലും ഈ കാലത്ത് ഈ സമയത്ത് ഇങ്ങനെയുള്ളൊരു നല്ല വിഷയത്തിലേക്കെല്ലാം നമുക്ക് പ്രചോദനമുണ്ടായത്, നമുക്ക് പ്രേരണ ഉണ്ടായത് നമ്മുടെ ഉസ്താദുമാർ മുഖേനയും നമ്മുടെ സംഘടന മുഖേനയുമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. എന്തായി എൻ്റെ സമയം തീർന്ന് ഞാൻ നയിപ്പിച്ചത് അല്ല, വേറെ സംസാരിക്കാനും പിടിക്കാനും പല വിഷയമെല്ലാം ഉണ്ടല്ലേ. ഞാൻ തൽക്കാലം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, പക്ഷെ അത് ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലേ. നിങ്ങൾ പോയി നിങ്ങൾക്ക് അല്ലാഹ് ആഫിയത്ത് ദീർഘായുസ്സ് തരട്ടെ. ഉപ്പല്ല നമ്മുടെ ഫീസ് മഞ്ഞനാട്ടിൽ വന്ന കാലത്ത് ഉറുമണക്ക് ഞങ്ങൾ വരലുണ്ട്. ഉറുമണിലുള്ള ആ പഴയ ആൾക്കാരെല്ലാം കണ്ട ഉപ്പ കണ്ട വിഷയങ്ങൾ പറഞ്ഞു അവരെല്ലാം ആഹ്ലമുള്ള വെളിച്ചമാക്കി. മഞ്ഞനാളി അസൈ
മായിൻഷ അജ്ജൻ്റെ പേരിൽ വരുന്ന കുത്ബിയത്ത് മഞ്ഞനാടി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഷറഫുൽ ഉലമ ഉസ്താദും ഉണ്ട്, ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്. അങ്ങനെ കുത്ബിയത്ത് ചൊല്ലി 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 ആ മഞ്ഞാടി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള കുത്ബിയത്തല്ല, ഗൗസുൽ ആലമിൻ്റെ വലിയ ആശിഖല്ലേ. കുറേ അങ്ങെത്തുമ്പോൾക്ക് ഹുദൂരിയത്ത് അനുഭവപ്പെട്ട് ഗൗസുൽ ആലം തങ്ങളെ ഹുദൂരിയത്ത് നിങ്ങളെ അജ്ജാൻ്റെ കൊലയിൽ ഉസ്താദിൻ്റെ മജ്ലിസിൽ ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെട്ട് നല്ലൊരു പ്രകാശം. പിറ്റേ ദിവസം ഷെയ്ഖുന ഷറഫുൽ ഉലമ ഞങ്ങൾക്ക് മഞ്ഞാടി ദർസിൽ കിതാബ് അൽഫിയ ചൊല്ലി തരുമ്പോക്കോ രാത്രി മജ്ലിസിൽ നിങ്ങളെല്ലാം കണ്ടോ? അപ്പോൾ ഉസ്താദിൻ്റെ ചോദ്യം. അത് മുമ്പും കണ്ട്, അപ്പോൾ ഞാനും കണ്ട്. മജ്ലിസിലുള്ള എല്ലാവരും കാണത്തക്ക രൂപത്തിലുള്ള ഗൗസുൽ ആലം തങ്ങളുടെ ഹുദൂരിയത്ത് അതിലാർക്കും സംശയം വേണ്ട. മഞ്ഞാടി ഉസ്താദിൻ്റെ ഒരുപാട് മജ്ലിസുകളിൽ അത്തരം ഒരു ഹുദൂരിയത്ത് നമുക്ക് അനുഭവത്തിലുണ്ട്. അള്ളാഹുവേ അവരുടെ എല്ലാം ആഖിറം നീ വെളിച്ചമാക്കുക, അവരൊക്കെ ദറജകൾ നീ ഉയർത്തണേ അള്ളാഹ്. അവർ കാണിച്ചു തന്ന ആശയം ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. അള്ളാഹു ഈ കിറ്റിൻ്റെ വിഷയത്തിൽ സഹായിച്ച, സഹകരിച്ച, അധ്വാനിച്ച, പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അള്ളാഹ്. അള്ളാഹു ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അള്ളാഹ്. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണേ അള്ളാഹ്. ഞങ്ങളെ രോഗങ്ങൾ നീ ശിഫിയാക്കണേ അള്ളാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ളാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ളാഹ്. ആയിരക്കണക്കിന് ആളുകൾ പല പല ഹോസ്പിറ്റലുകളിൽ ഡയാലിസുമായി മിനിറ്റുകളും സെക്കൻഡുകളും നീക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവേ അവർക്കൊക്കെ പരിപൂർണമായ ശിഫ നീ നൽകണേ അള്ളാഹ്. ഡയാലിസ് ആവശ്യമായി വരുന്ന ആ മാരകമായ രോഗത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കാക്കണേ അള്ളാഹ്. പുത്തൂരിൽ നിന്ന് 2 ദിവസം മുമ്പ് ഇബ്രാഹിം എനിക്ക് ഫോൺ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദെ നമ്മളെ ഉപ്പാനെ മഹാവീര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, സംഗതി എന്താണെന്ന് പറയാൻ കഴിയുന്നില്ല. ഏതായാലും ഡയാലിസിൻ്റെ ഒരു ആവശ്യം വരാതിരിക്കാൻ നിങ്ങൾ ദ്വാരക്കണോ. അള്ളാഹുവേ അദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. നമ്മളെ കുടുംബത്തിലും ബന്ധപ്പെട്ടവരിലും പരിചയക്കാരിലുമെല്ലാം ആ മാരകമായ രോഗം കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ ശിഫ നീ നൽകണേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഉളൂവോടുകൂടി കുടുംബത്തിൻ്റെ ഇടയിൽ കിടന്ന് അവരോട് പറയേണ്ടതെല്ലാം പറഞ്ഞു തീർത്ത് അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് എല്ലാവരും കേൾക്കത്തക്ക രൂപത്തിൽ ഉച്ചരിച്ച് സ്വർഗം കണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരി തൂകുന്ന മുഖം കണ്ട് ഈ ലോകത്തോട് വിട പറയാനുള്ള മഹത്തായ ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അള്ളാഹ്. റജബിലും ശഅബാനിലും നിന്റെ ധാരാളം ബറക്കത്ത് ഏറ്റുവാങ്ങുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവെ സയ്യിദു ശുഹറായ റമദാനിലേക്ക് 5-6 ദിവസങ്ങളേ ഉള്ളൂ. അള്ളാഹുവെ ആ റമദാൻ ഷരീഫിലേക്ക് ഞങ്ങളെ ആയുസ് നീ നീട്ടണേ അള്ളാഹ്. മുമ്പിൽ വന്ന ഈ ഒരു റമദാൻ മാത്രമല്ല, അതിൻ്റെയും പുറമെ ഒരുപാട് വിശുദ്ധ റമദാനുകൾ ഞങ്ങൾക്ക് കണ്ടുമുട്ടാനും സ്വാഗതം ചെയ്യാനും വേണ്ട പോലെ ഉപയോഗപ്പെടുത്താനുമുള്ള തൗഫീഖും ആഫിയത്തുമുള്ള ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നമുക്ക് നല്ലൊരു ഉപദേശമാണ് ഉസ്താദ് നൽകിയിട്ടുള്ളത്. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്ന് ഈ സമയത്ത് ഉസ്താദിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഉസ്താദുമാരുടെ ശ്രദ്ധയ്ക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ റേഞ്ചിൽ പ്രവർത്തിക്കുന്ന യൂസഫ് റസ്വി ഉസ്താദ് എല്ലാവർക്കും പരിചയമുണ്ട്. ഉസ്താദിൻ്റെ കെയർ ഓഫിൽ റേഞ്ചിലുള്ള എല്ലാ ഉസ്താദന്മാർക്ക് ഒരു കിറ്റുണ്ട് ഇൻഷാ അല്ലാഹ്. അത് ഒന്നിരിക്കലോ റമദാനിന് മുന്നായിരിക്കും, അല്ലെങ്കിൽ റമദാനിലായിരിക്കും. ഏതായാലും ഉസ്താദ് നേരത്തെ തന്നെ ഉസ്താദുമാരുടെ ലിസ്റ്റെല്ലാം എടുത്തിട്ട് കൊടുത്തിന്. അത് പാസ്സായിട്ടുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് യൂസഫ് റസ്വി ഉസ്താദിനും കുടുംബത്തിനും വേണ്ടി നിങ്ങൾ എല്ലാവരും ദ്വാരക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റേഞ്ച് അധ്യക്ഷർ നമ്മുടെ മുമ്പിൽ സംസാരിക്കും. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഓലമോൾ ഉസ്താദിനിക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ലൊരു ഉപദേശമാണ്. നാം ഒന്ന് വിളിക്കാനുള്ളൊരു കാരണമേ അത് തന്നെയാണ്. എല്ലാ സമയത്തും ധാരാളപ്പെട്ട റേഞ്ചിലുള്ള ഉസ്താദുമാരുടെ ഓർമ്മ ബഹുമാനപ്പെട്ടവരിൽ ഉണ്ടാവും. നമുക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തും ആരോഗ്യമല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നേരത്തെയും എല്ലാ സമയത്തും ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ ബായിൽ വരുന്നത് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ഉസ്താദവറുകളെയാണ്. നേരത്തെയും കുറേ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ആ സൈനുൽ ഉലമാക്ക് അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം അവരുകളുടെ തണലിലായി നമുക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖും ഭാഗ്യമല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ഒരു ചെറിയ ഒരു 2 നിമിഷത്തിൽ ഒതുങ്ങുന്നൊരു വിഷയം ഞങ്ങൾ മാണിയിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് അവറുകൾക്ക് അത് ഓർമ്മ ഉണ്ടായില്ല എന്നിട്ടറിയില്ല. ഹജ്ജിന് പോയി വന്ന സമയമാണ്. പേരമുകളിലെ വയലാണ് ഉസ്താദിൻ്റെത്. അങ്ങനെ ഞങ്ങൾ 8 ആൾ ഞങ്ങളെ ശരീക്കന്മാർ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയിൽ നിന്ന് സമ്മതം കേട്ട് ബഹുമാനപ്പെട്ട ഉസ്താദവറുകളെ മുസാഫത്ത് ചെയ്യണം, പിന്നെ ദ്വാരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഉസ്താദിനോട് കേട്ട് ഞങ്ങൾ പേരമുകളിലേക്ക് ഉസ്താദിൻ്റെ വയലിന് വേണ്ടി പോയി. അങ്ങനെ ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കൈകാട്ടുമ്പോൾ നിപ്പിച്ചത് പോലീസ് ബസ്സാണ്. ഞങ്ങൾക്ക് പേടിയായി. കയറാനല്ല കയറാതിരിക്കാനല്ല. അങ്ങനെ എതിർന്നാലും ബണ്ണി ഹത്തിരി നല്ല ചുവന്നുള്ളവർ ഒരു ജനം 3 ആൾ എന്ത് ഷാരിബൽ ഖമറായിട്ട് കിടന്നതിനാ എന്ത് അറിയില്ല. ചായ കിടന്നിട്ടുണ്ട്, കുറച്ചാൾ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി വാടക്കെല്ലാം കേട്ട് അങ്ങനെ എല്ലാം സംസാരിച്ചു പോകുമ്പോഴേക്ക് നല്ല ലൈറ്റിങ്സ് എല്ലാം ഉറൂസിൻ്റെ വയലാണ് പേരമുകളിൽ. അപ്പോൾ ഉസ്താദ് അവിടെ ഹൗലിൻ്റെ അവിടെ ഇരുന്നിട്ട് ഓതോത്തുന്നുള്ളൂ. ആണ് ഞങ്ങൾ ഇറങ്ങി അവിടെ ഇറക്കി എല്ലാവരും കുച്ചു. അവിടെ ഉറൂസിൻ്റെ വാദമല്ലേ, കുറേ ആൾക്കാരെല്ലാം കൂടി നമ്മളെല്ലാം നോക്കുന്നു. ഈ പോലീസ് ബസ് കീച്ചതല്ല ജയിലിൽ നിന്ന് വന്ന് ഇറക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഉസ്താദിനടുത്ത് പോയി. ഉസ്താദ് ഒരേ വാക്ക് ഞാൻ കാണുമ്പോൾ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ, അന്നത്തെ വാദം അത് തന്നെയാണ്. അങ്ങനെ നമുക്ക് വേണ്ടി ഉസ്താദ് നല്ലോണം ദ്വാരുന്ന അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെ കിറ്റിന് വേണ്ടി ഈ കവറിൽ നമുക്ക് മദ്രസയിലാണ് വിതരണം ചെയ്തത്. ആ വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു അഡ്രസ്സ് എഴുതാനും അവർ ആവശ്യങ്ങൾ പറയാനും ഒരു ജാഗ വെച്ചിട്ടുണ്ട്. ആ ജാഗ വെച്ചതിൽ ഒരുപാട് ഉമ്മമാർ ഗർഭിണിയാണ്, നല്ല റാഹത്തോടുകൂടെ പ്രസവിക്കാനും കുറേ ആൾക്കാർ ദ്വാരുന്നത് പോലെ തന്നെ രോഗികളാണ്. പ്രത്യേകിച്ച് രോഗം ശമനത്തിന് വേണ്ടി ദ്വാരക്കാനും അങ്ങനെ പല ഉദ്ദേശങ്ങൾക്ക് ദ്വാരക്കാനും വേണ്ടി ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പണ്ഡിതന്മാരുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ ഓരോരുത്തന്മാരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇതിന് 2 കിറ്റ് നമുക്ക് കിട്ടും. ഒന്ന് അബ്ബാച്ചൻ്റെത്. അബ്ബാച്ച നമുക്ക് വേണ്ടി നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. 1,14,000 രൂപ 14,000 രൂപയാണ് നമ്മളെ കവറിൽ പാവപ്പെട്ട മഹലിൻ്റെ ആൾക്കാർ തന്ന് സഹായിച്ചത്. അതുപോലെ തന്നെ അബ്ബാച്ചൻ അണ്ടറിൽ കുറേ കെട്ടെല്ലാം കിട്ടിന്. അതുപോലെ തന്നെ അതിൻ്റെ പുറമെ ഒരു 10 kg അരിയും ഉസ്താദ് വർകൾ പറഞ്ഞതുപോലെ തന്ന ആളുടെ ഉമ്മ അബ്ബക്ക് വേണ്ടി
ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തന്ന ആളോടെ ഉമ്മ ബാപ്പക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാരാകട്ടെ. ആ ചെയ്യുന്ന കച്ചവടങ്ങളിൽ ബിസിനസ്സുകൾ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാരാകട്ടെ. പിന്നെ യൂസുഫ് റസി ഉസ്താദ് മുമ്പേ ഞാൻ പറഞ്ഞിന് ഇത് പരസ്യപ്പെടുത്താൻ ആൾ പറഞ്ഞിന്. ഇപ്പം അത് പരസ്യമായി ഇൻഷാ അല്ലാഹ് അതും കിട്ടും. എല്ലാവരും നമുക്ക് വേണ്ടി പാവപ്പെട്ട ഉസ്താദുമാർക്ക് വേണ്ടി സഹായിക്കുന്നതാണ്. പഠിച്ച റബ്ബേ, ഞങ്ങൾ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ റബ്ബേ, അവർ നീ ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ റബ്ബേ. ചെറിയ ശമ്പളത്തിലാണ്, പക്ഷേ ഞങ്ങൾ ഇത്ര സന്തോഷിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ കൊണ്ടാണ്. അവർക്കുള്ള ആയിഷത്തിൽ നീ ബർക്കത്ത് ചെയ്യും റബ്ബേ എന്ന് പൊന്നാരി നബി നമുക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയും ഇഖ്ലാസോടുകൂടെ പഠിപ്പിച്ചാൽ നമ്മൾ എവിടെയും അള്ളാഹു കൈവിടല. അള്ളാഹു രണ്ട് ലോകത്തും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാരാകട്ടെ. പിന്നെ അവസാനമായി നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്, ഈ ഒരു കവർ വെസ്റ്റ് ജില്ല അത് ഏതെങ്കിലും ഒരു സമയത്താണ് കളക്ഷന്. പിന്നൊന്നും നമ്മളെ റീജിയന് അതും അങ്ങനെ ഒരു സമയത്താണ്. പിന്നെ ഞാൻ റേഞ്ച് പ്രസിഡന്റ് സെക്രട്ടറി സൂരിസ റേഞ്ച് പ്രസിഡന്റ് സെക്രട്ടറിനെ വിളിച്ചിട്ട് ഈ വിദായിൻ്റെ ജൽസത്തുൽ വിദായിൻ്റെ സമയത്ത് മദ്രസയിൽ പഠിക്കുന്ന ഓരോ കിടാക്കളെ കയ്യിൽ കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞു തന്നത്. പക്ഷേ നമ്മളെ റീജിയലിൻ്റെ കവറ് ചില മക്കൾ കൊണ്ടുപോയിട്ട് ഇപ്പോൾ 1-2 കവർ കിട്ടാത്തത് ഉണ്ട്. അപ്പം ഞാൻ തലപ്പാടി റേഞ്ചിക്ക് ഞങ്ങൾ തോക്കിസ്ഥാൻ നീലൊക്കെ പോയിട്ട് നമുക്ക് അവിടെ ഗലാണ്ട്. പക്ഷെ എന്നാ ഇൻഷാ അല്ലാഹ് അത് ഇപ്പം ഇത് നിങ്ങൾക്കൊരു വലിയൊരു ഹിക്മത്താണ്, ട്രിക്സാണ്. അപ്പം ഈ നമ്മൾ റേഞ്ചിൻ്റെ ഇത് ഏതെങ്കിലും ഒരു സമയത്ത് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ നല്ലൊരു 27-17 വരുന്ന ഖത്തീബ് ഉസ്താദുമാരാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ മുമ്പിൽ കുറേ ആൾക്കാർ മഹല്ലിക്കാരുണ്ടെന്ന്. അപ്പോൾ അവരെ കയ്യിൽ ഒന്ന് ഏൽപ്പിച്ച് നല്ലൊരു തുകയിട്ടിട്ട് നമ്മളെ റേഞ്ചിക്ക് വേണ്ടി സ്റ്റേറ്റിന് വേണ്ടി സഹകരിക്കാൻ വേണ്ടി പറയുക. അള്ളാഹു എല്ലാം ഖൈറാക്കി തരുമാരാകട്ടെ, സന്തോഷത്തിലാക്കി തരുമാരാകട്ടെ. ഞങ്ങളെ മുഅല്ലിമീങ്ങൾ നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. ഉസ്താദുവർകൾ പ്രത്യേകിച്ചും സദാസമയത്ത് നമുക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് വസിയത്തോടുകൂടെ ഇവിടെ റീജിയനിൽ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. അവർക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലാഹു എല്ലാവർക്കും ഖൈറിൻ്റെ വാതിലുകൾ അല്ലാഹു തുറന്നു തരുമാരാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും വന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ കൈ മുസാഫഹത്ത് ചെയ്യണമെന്ന് പ്രത്യേകിച്ചും ഓർമ്മിക്കുന്നു. അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു